ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നപ്പം അച്ഛനുള്ള കട്ടൻ ചായ തിളപ്പിച്ചു. അപ്പുറത്ത് ഞാൻ കാർത്തിക്കിന് ചോറ് കൊണ്ടുകൊണ്ടുകൊണ്ട് റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെക്കാൻ വേണ്ടി അതിനുള്ളതും എല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ തിളച്ചു. ഞാൻ കട്ടൻ ചായ കൊണ്ട് ചെല്ലുമ്പോഴാണ് അച്ഛൻ എണീക്കുന്നത് കേട്ടോ. ഞാൻ ചെന്നാണ് വിളിച്ചുണർത്താറുള്ളത്. പിന്നെ കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. അങ്ങനെ അച്ഛനുള്ള കട്ടൻ ചായ ദാണ്ട് ഒഴിച്ചു. ഞാൻ കട്ടൻ കുടിക്കാറില്ല കേട്ടോ. ചായ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കട്ടൻ ചായ ഞാൻ തിളപ്പിച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി അതിലേക്ക് അരി ഇടണം കേട്ടോ. കാർത്തിക്കിന് ഒരു 8:30 ആകുമ്പോൾ റെഡിയായാൽ മതി. സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് ഒരു 8:40, അതായത് ഒരു 8:40 ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് കുക്കറിനകത്ത് വെക്കും. കറക്റ്റ് ഒരു 8 മണിയാകുമ്പോഴത്ത് ഒന്നും കൂടെ ഒന്ന് ബോയിൽ ചെയ്യുക, അടയ്ക്കുക. അങ്ങനെ ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ്. കുറേ ദിവസമായെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇഡ്ഡലിയും ദോശയൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആ മാവ് നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊളിച്ച് സെറ്റായി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. മൈൻഡിനൊരു റിഫ്രഷ്മെൻറ്റ് തരുമെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ അരി ഇട്ടു. അതും എല്ലാം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇറക്കി റൈസ് കുക്കറിൽ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. അതിപ്പോൾ ചായ ഉണ്ടേലും ഇല്ലേലും കുറച്ച് നേരം സെറ്റിയിൽ അല്ലെ ദിവാങ്കോട്ടിൽ പോയിരുന്ന് ഇങ്ങനെ സമയമൊക്കെ കുറച്ചെൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കമൻ്റൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ അങ്ങനെ ഇഡ്ഡലി എല്ലാം വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക് സാമ്പാറാണ്. അങ്ങനെ സാമ്പാർ വെക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ കാർത്തിക്ക് പോയി കൃതികയെ അംഗനവാടിയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ് ഒരു 12:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഔട്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പം വിശപ്പും ചോറ് തിന്നണമെന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചൂടോടെ നല്ല ദോശ ചുട്ടിട്ട് നല്ല നല്ല നെയ്യുണ്ട് കേട്ടോ. നാടൻ നെയ്യ്. അതങ്ങോട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചേറെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇങ്ങനെ ഈ ചൂടോടെ ദോശ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ജനലിൻ്റെ അടുത്തിരുന്നാണ് കഴിക്കുന്നത്. അതിന് വേറൊരു ലോജിക്കും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു വെയിൽ വന്നതാണ്. ഏത് സമയത്തും മഴ പെയ്യും. അപ്പം മഴ മാനത്ത് വരുമ്പോഴേ നമ്മൾ ഓടണം. അതിനാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാർത്തിക് ട്യൂഷന് പോയി. കൃതിക പാറുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ദേ ഇനി തൂക്കണം, തുടയ്ക്കണം. ആ കിടക്കുന്ന ബ്ലാക്ക് കളർ വണ്ടിയുടെ ചാർജറാണ് കേട്ടോ. കണ്ടിട്ട് ആരും വേറെ എന്തോ ആണെന്ന് വിചാരിക്കണ്ട. അങ്ങനെ സിറ്റ് ഔട്ട് എല്ലാം തൂത്തു തുടച്ചു. ഇനി ഹോളാണ് കേട്ടോ. അച്ഛൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞില്ല ഗൈസ്. മത്തി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വെട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ കാർത്തിക്കിൻ്റെ യൂണിഫോമും അച്ഛൻ്റെ കൈലിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് കഴുകിയിടാം. ഇപ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ട് വാതിക്കൽ ഞാൻ വിരിക്കാറില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇതെടുത്ത് അകത്തിടും കേട്ടോ. അങ്ങനെ പിന്നെ ദാണ്ട് ഈ കാണുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇത് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അച്ഛൻ വാർത്ത കാണാണ് കേട്ടോ. അച്ഛനുള്ള കട്ടൻ ചായയൊക്കെ അച്ഛൻ കുടിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജോലി ഇരുന്നെന്നും പറഞ്ഞിരുന്നപ്പം ഇവിടുത്തെ നല്ലവനായ ഉണ്ണി, അതായത് എൻ്റെ ചേട്ടൻ പോയി സിലോപ്പിയ കൊണ്ടുവന്നു. പിന്നെ അതും വെട്ടി അതെല്ലാം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ദാ ഇവിടെ കിടക്കുന്ന ഒരു ലോഡ് തുണി മടക്കി കാർത്തികിനെ പഠിപ്പിച്ച് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ ഇന്നത്തെ ജോലി തീർന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.